പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസം അതിന്റെ എല്ലാ പ്രഭാവത്തോടെയും ആ ഗ്രാമത്തിൽ നിറഞ്ഞുനിന്നു. പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞുമാറി ശാന്തമായി ഒഴുകുന്ന പുഴയുടെ കരയിലുള്ള ആ ചെറിയ ഗ്രാമത്തിലെ പള്ളിയിൽ ഓരോ വൈകുന്നേരവും ഒരുത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. ബാങ്കിന്റെ മധുരമായ ശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന വിശ്വാസികൾ, നോമ്പുതുറയുടെ വിഭവങ്ങളുമായി എത്തുന്നവർ, കുട്ടികളുടെ കളിച്ചിരികൾ എല്ലാം ചേർന്ന് ആ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക ചാരുത നൽകി. ഈ തിരക്കുകൾക്കിടയിൽ പള്ളിമുറ്റത്ത് വിരിച്ച നീണ്ട പായകളിലേക്ക് ഈന്തപ്പഴവും പഴങ്ങളും പലഹാരങ്ങളും നിരത്തുന്ന തിരക്കിലായിരുന്നു അബ്ബാസ് എന്ന അബ്ബാസ് ഇക്ക. 60നോടടുത്ത പ്രായം, നരച്ച താടിയും സ്നേഹം തുളുമ്പുന്ന കണ്ണുകളും ചുണ്ടിൽ മായാത്ത ഒരു പുഞ്ചിരിയുമുള്ള ആ മനുഷ്യൻ ആ പള്ളിയിലെത്തുന്ന എല്ലാവർക്കും സുപരിചിതനായിരുന്നു. റമളാൻ മാസം തുടങ്ങിയാൽ പിന്നെ അബ്ബാസ് ഇക്കയുടെ ജീവിതം ഈ പള്ളിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കും. ചെറിയൊരു തയ്യൽക്കടയായിരുന്നു അദ്ദേഹത്തിന്റെ ഉപജീവനമാർഗം. അതിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞുപോകുന്നത്. ഭാര്യ നബീസുവും 2 മക്കളും. മക്കൾ രണ്ടാളും ജോലിക്കായി ദൂരെയാണ്. അവരുടെ ജീവിതവും വലിയ മെച്ചമൊന്നുമല്ല. അതുകൊണ്ടുതന്നെ അബ്ബാസ് ഇക്കയുടെ ജീവിതം എപ്പോഴും ഞെരുക്കത്തിലായിരുന്നു. എങ്കിലും റമളാൻ കാലത്ത് പള്ളിയിലെ നോമ്പുതുറക്ക് ഒരു കുറവും വരുത്താൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. തന്റെ കടയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് അതിനായി മാറ്റിവെക്കും. പലരും ചോദിക്കും, ഇക്കയ്ക്ക് തന്നെ കഷ്ടപ്പാടാണ്, പിന്നെന്തിനാ ഈ വയ്യാവേലിക്ക് പോകുന്നത് എന്ന്. അപ്പോഴൊക്കെ ഒരു പുഞ്ചിരിയിലൊതുക്കി അദ്ദേഹം പറയും, കൊടുക്കുന്നതിന്റെ സന്തോഷമൊന്നു വേറെയാ. വിശന്നിരിക്കുന്ന ഒരാളുടെ വയറ് നിറയുമ്പോൾ പടച്ചോൻ നമ്മളെ കൈവിടൂല. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിക്ക് പിന്നിൽ ഒരു നോവുന്ന ഓർമ്മയുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നാളുകളിൽ ഒരു റമളാൻ കാലത്ത് നോമ്പു തുറക്കാൻ ഒന്നുമില്ലാതെ വിശന്നുകരഞ്ഞ ഒരു കുട്ടിക്കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്ന് അയൽവീട്ടിലെ ഒരു ഉമ്മ കൊടുത്ത ഒരു പൊതിച്ചോറിന്റെ രുചി ഇപ്പോഴും അദ്ദേഹത്തിന്റെ നാവിലുണ്ട്. ആ ഓർമ്മയാണ് ഓരോ റമളാൻ കാലത്തും മറ്റുള്ളവരുടെ വിശപ്പകറ്റാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതേ പട്ടണത്തിന്റെ മറ്റൊരു കോണിൽ തിരക്കേറിയ റോഡരികിലുള്ള നിറം മങ്ങിയ ഒരു ലോഡ്ജിന്റെ ഇടുങ്ങിയ മുറിയിലായിരുന്നു ഷാഹിദിന്റെ ലോകം. മലപ്പുറത്തെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് മെഡിക്കൽ വിദ്യാഭ്യാസമെന്ന വലിയ സ്വപ്നവുമായി എത്തിയ ഒരു ചെറുപ്പക്കാരൻ. കൂലിപ്പണിക്കാരായ അവന്റെ ഉപ്പയും ഉമ്മയും ആകെയുണ്ടായിരുന്ന ചെറിയൊരു ഭൂമി പണയം വെച്ചാണ് അവനെ പഠിക്കാൻ വിട്ടത്. അവരുടെ വിയർപ്പിന്റെയും പ്രാർത്ഥനയുടെയും ആകത്തുകയായിരുന്നു അവൻ. മെഡിക്കൽ കോളേജിലെ ജീവിതം അവൻ വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല. ഹോസ്റ്റൽ ഫീസിനും പുസ്തകങ്ങൾ വാങ്ങാനും പണം തികയാതെ വന്നപ്പോൾ അവൻ ഹോസ്റ്റൽ ജീവിതം ഉപേക്ഷിച്ച് ഈ പഴയ ലോഡ്ജിലേക്ക് ചേക്കേറി. സഹപാഠികൾ പുതിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിച്ച് സിനിമയ്ക്കും കറങ്ങാനും പോകുമ്പോൾ ഷാഹിദ് തന്റെ കീറിയ പുസ്തകങ്ങൾ തുന്നിച്ചേർത്ത് രാത്രി വൈകുവോളം പഠനത്തിൽ മുഴുകി. പലപ്പോഴും ഉച്ചഭക്ഷണം ഒഴിവാക്കി ആ പണം ലാഭിച്ചാണ് അവൻ മാസങ്ങൾ തള്ളിനീക്കിയത്. റമളാൻ വന്നതോടെ അവന്റെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി. നോമ്പെടുത്ത് ക്ഷീണിച്ച ശരീരവുമായി ക്ലാസ്സിലിരിക്കുമ്പോൾ തലകറങ്ങും. വൈകുന്നേരം നോമ്പു തുറക്കാൻ ലോഡ്ജിൽ ഒന്നുമുണ്ടാകില്ല. കോളേജ് ക്യാന്റീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ കയ്യിൽ പണവുമില്ല. അങ്ങനെയിരിക്കെയാണ് ഒരു സുഹൃത്തിൽ നിന്ന് ഈ പള്ളിയെക്കുറിച്ച് കേൾക്കുന്നത്. അവിടെ എല്ലാവർക്കും നോമ്പു തുറക്കാൻ വിഭവങ്ങൾ ഒരുക്കുമെന്ന് കേട്ടപ്പോൾ അവന്റെ മനസ്സിൽ ഒരാശ്വാസം തോന്നി. തന്നെ ആരും തിരിച്ചറിയില്ലല്ലോ എന്നതായിരുന്നു ഏറ്റവും വലിയ ധൈര്യം. അങ്ങനെയാണ് അവൻ ആ പള്ളിയിലെത്തുന്നത്. ആദ്യത്തെ ദിവസം ആൾക്കൂട്ടത്തിനിടയിലൂടെ പള്ളിമുറ്റത്തേക്ക് കയറുമ്പോൾ അവന്റെ ഹൃദയം പടപട ഇടിച്ചു. ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? തന്റെ കീറിയ ചെരുപ്പും മുഷിഞ്ഞ വസ്ത്രവും കണ്ട് ആരെങ്കിലും പരിഹസിക്കുമോ? ഭയത്തോടെ അവൻ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു. ബാങ്ക് വിളിച്ചപ്പോൾ എല്ലാവരും തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴും അവൻ മടിച്ചുനിന്നു. ഒടുവിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുറച്ച് വെള്ളവും ഒരു ഈന്തപ്പഴവുമെടുത്ത് അവൻ വേഗത്തിൽ നോമ്പു തുറന്നു. മറ്റുള്ളവരുടെ സന്തോഷച്ചിരികൾക്കിടയിൽ തന്റെ ദാരിദ്ര്യത്തിൽ ലജ്ജിച്ച് അവൻ വേഗം അവിടെ നിന്നിറങ്ങി. എല്ലാ ദിവസത്തെയും പോലെ അന്നും അബ്ബാസിക്ക ആളുകൾക്ക് വെള്ളവും പഴങ്ങളും വിതരണം ചെയ്യുകയായിരുന്നു. ഓരോ മുഖത്തും നോമ്പുതുറയുടെ സന്തോഷം അലയടിക്കുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ ചെറുപ്പക്കാരനിൽ ഉടക്കിയത്. മെലിഞ്ഞുണങ്ങിയ ശരീരം, ക്ഷീണിച്ച് കുഴിഞ്ഞ കണ്ണുകൾ, ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരു മൂലയിൽ പതുങ്ങിയിരിക്കുന്ന ആ വിദ്യാർത്ഥിയെ അദ്ദേഹം ശ്രദ്ധിച്ചു. മറ്റുള്ളവരെപ്പോലെ സന്തോഷത്തോടെ സംസാരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാതെ എന്തോ ഒരു ഭയത്തോടെയും സങ്കോചത്തോടെയുമാണ് അവന്റെ ഇരിപ്പ്. ആവശ്യത്തിനു മാത്രം ഭക്ഷണം കഴിച്ച് ആരുടെയും മുഖത്തു നോക്കാതെ അവൻ വേഗം എഴുന്നേറ്റു പോകുന്നത് അബ്ബാസ് ഇക്കയുടെ ഹൃദയത്തിൽ ഒരു നേരിയ നൊമ്പരമുണ്ടാക്കി. ഒരു പാവം കുട്ടി, എന്തോ ഒരു വിഷമമുണ്ടവന്, അദ്ദേഹം മനസ്സിലോർത്തു. ആ നിമിഷം മുതൽ അബ്ബാസ് ഇക്കയുടെ കണ്ണുകൾ ആൾക്കൂട്ടത്തിനിടയിലും ആ ചെറുപ്പക്കാരനെ തിരയാൻ തുടങ്ങി. പിറ്റേന്നും ഷാഹിദ് പള്ളിയിലെത്തി. അന്നും അവന്റെ രീതികൾക്ക് മാറ്റമൊന്നുമില്ലായിരുന്നു.
ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് കുറച്ചു വെള്ളവും ഈന്തപ്പഴവും കഴിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങി. ഇത് കണ്ട അബ്ബാസിക്കയുടെ മനസ്സിൽ തന്റെ പഴയകാലം ഒരു തിരശീലയിലെന്ന പോലെ തെളിഞ്ഞുവന്നു. വിശന്നു തളർന്നിരുന്ന തനിക്കൊരു ഉമ്മ നീട്ടിയ ആ പൊതിച്ചോറ്. അതിന്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു. ആ കുട്ടിക്കും വിശക്കുന്നുണ്ടാകും. പക്ഷേ അഭിമാനം അവനെ തടയുകയാവാം, അദ്ദേഹം സ്വയം പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ വേദനിപ്പിക്കാതെ എങ്ങനെ സഹായിക്കും എന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. നേരിട്ട് പോയി ചോദിച്ചാൽ ചിലപ്പോൾ അവൻ ഇനി ഇങ്ങോട്ട് വരാതെയിരുന്നാലോ? ആ മുഖത്തെ സങ്കോചം കണ്ടാൽ അറിയാം സഹതാപം അവൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോഴും അബ്ബാസിക്കയുടെ മനസ്സു നിറയെ ആ കുട്ടിയായിരുന്നു. ഭാര്യ നബീസുവിനോട് അദ്ദേഹം കാര്യം പറഞ്ഞു. നബീസു, പള്ളിയിലൊരു പയ്യൻ വരുന്നുണ്ട്, ഒരു പാവം. കണ്ടാൽ തന്നെ അറിയാം നല്ലോണം വിശക്കുന്നുണ്ടെന്ന്. പക്ഷെ ഒന്നും കഴിക്കാതെ എണീറ്റു പോകും. എന്നാ നാളെ മോനോട് വിളിച്ച് സംസാരിച്ചൂടെ ഇക്ക? നബീസു ചോദിച്ചു. വേണ്ട, അവനതിഷ്ടാവൂല, നമ്മൾ വേറെന്തെങ്കിലും ചെയ്യണം. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ആശയം തോന്നിയത്. അടുത്ത ദിവസം നോമ്പുതുറയുടെ സമയമായപ്പോൾ അബ്ബാസിക്ക ഒരു പൊതിച്ചോറ് കരുതിയിരുന്നു. വീട്ടിൽ നിന്ന് നബീസു കൊടുത്തുവിട്ടതായിരുന്നു അത്. നല്ല നെയ്ച്ചോറും കോഴിക്കറിയും. നോമ്പുതുറ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിലേക്ക് നിസ്കരിക്കാനായി പോയ തക്കം നോക്കി അബ്ബാസിക്ക ആരും കാണാതെ ആ പൊതിയെടുത്തു. ഷാഹിദ് എപ്പോഴും അവന്റെ പഴയ ബാഗ് വയ്ക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം നടന്നു. ആ ബാഗിനരികിൽ ആരും കാണാതെ ആ ഭക്ഷണപ്പൊതി വെച്ച് അദ്ദേഹം വേഗം തിരികെ നടന്നു. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷാഹിദ് തന്റെ ബാഗെടുക്കാൻ വന്നപ്പോൾ അതിനരികിലിരിക്കുന്ന പൊതി കണ്ടു. അവനൊന്ന് ചുറ്റും നോക്കി. ആരുടേതാണീ പൊതി? ആരെങ്കിലും മറന്നുവെച്ചതാകുമോ? അവൻ കുറച്ചുനേരം അവിടെ കാത്തുനിന്നു. ആരും വരാതായപ്പോൾ അവൻ മെല്ലെ ആ പൊതി കയ്യിലെടുത്തു. അതിൽ നിന്ന് വരുന്ന നെയ്ച്ചോറിന്റെ മണം അവന്റെ വിശപ്പിനെ ആളിക്കത്തിച്ചു. അവൻ വേഗം ആ പൊതി ബാഗിലിട്ട് ലോഡ്ജ് മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി വാതിലടച്ച് വിറയ്ക്കുന്ന കൈകളോടെ ആ പൊതി തുറന്നു. അതിലെ ചൂടുള്ള ഭക്ഷണം കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആരാണിത് തനിക്കുവേണ്ടി കരുതിയത്? അവൻ ഓർക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷേ പടച്ചോൻ തന്റെ പ്രാർത്ഥന കേട്ടതാകാം. അവൻ നിറഞ്ഞ കണ്ണുകളോടെ ആ ഭക്ഷണം കഴിച്ചു. മാസങ്ങൾക്കു ശേഷം വയറു നിറയെ കഴിക്കുന്ന ആഹാരം. ഓരോ വറ്റും കഴിക്കുമ്പോഴും ആ അജ്ഞാതനായ മനുഷ്യനു വേണ്ടി അവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അതൊരു പതിവായി. എല്ലാ ദിവസവും നോമ്പുതുറ കഴിഞ്ഞ് ഷാഹിദ് പോകുമ്പോൾ അവന്റെ ബാഗിനരികിൽ ഒരു ഭക്ഷണപ്പൊതി അവനെ കാത്തിരുന്നു. ആദ്യമൊക്കെ അത്ഭുതം തോന്നിയെങ്കിലും പിന്നീടതൊരു പ്രതീക്ഷയായി മാറി. ആ പൊതിച്ചോറ് അവന് വെറുമൊരു ഭക്ഷണമായിരുന്നില്ല. ഈ ലോകത്ത് താൻ ഒറ്റയ്ക്കല്ലെന്നും തന്നെ ശ്രദ്ധിക്കാൻ ആരോ ഉണ്ടെന്നുമുള്ള ഒരു വലിയ ആശ്വാസമായിരുന്നു. അബ്ബാസിക്കയാകട്ടെ ഈ രഹസ്യം ഒരു നിധി പോലെ സൂക്ഷിച്ചു. ദൂരെ നിന്ന് ഷാഹിദ് ആ പൊതിയുമെടുത്തു പോകുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സംതൃപ്തി നിറയും. ഒരു ദിവസം അബ്ബാസിക്ക ധൈര്യം സംഭരിച്ച് ഷാഹിദിന്റെ അടുത്തേക്ക് ചെന്നു. മോന്റെ പേരെന്താ? അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു. ഷാഹിദ് ഒന്ന് പതറി. ഷാഹിദ്, എവിടെയാ വീട്? മലപ്പുറത്താണ്. ഇവിടെ പഠിക്കുവാണോ? അതെ, മെഡിക്കൽ കോളേജിൽ. അത് കേട്ടപ്പോൾ അബ്ബാസിക്കയുടെ മുഖം വിടർന്നു. മാഷാ അല്ലാ, നല്ലോണം പഠിക്കണട്ടോ, പടച്ചോൻ തുണക്കും. അത്രയും പറഞ്ഞ് അദ്ദേഹം തിരികെ നടന്നു. ഷാഹിദ് ആ സ്നേഹത്തിനു മുന്നിൽ ഒരു നിമിഷം നിന്നുപോയി. ഒരുപക്ഷേ ഈ മനുഷ്യനായിരിക്കുമോ തന്നെ സഹായിക്കുന്നത്? അവന് ഉറപ്പില്ലായിരുന്നു. റമലാൻ അതിന്റെ അവസാന നാളുകളിലേക്ക് കടന്നു. റമലാൻ 29-ാം രാവ്. നാളെ പെരുന്നാളാകുമോ എന്നറിയാൻ എല്ലാവരും ആകാശത്തേക്ക് കണ്ണും നട്ടിരുന്നു. അന്ന് നോമ്പുതുറ കഴിഞ്ഞു പോകുമ്പോൾ ഷാഹിദിന്റെ മനസ്സിൽ ഒരു സങ്കടം തളം കെട്ടിനിന്നു. നാളെ പെരുന്നാളാണ്, നാട്ടിലേക്ക് പോകണം, ഉപ്പയെയും ഉമ്മയെയും കാണണം. പക്ഷേ ബസ് കൂലിക്ക് പോലും കയ്യിൽ പണമില്ല. അന്നും പതിവ് പോലെ അവൻ തന്റെ ബാഗിനരികിലെത്തി. ഭക്ഷണപ്പൊതി അവിടെയുണ്ടായിരുന്നു. അതെടുത്ത് ബാഗിൽ വെക്കുമ്പോൾ അതിനടിയിൽ ഒരു ചെറിയ കവർ അവൻ കണ്ടു. അതെന്താണെന്ന് കരുതി അവൻ തുറന്നു നോക്കി. അതിൽ കുറച്ചു പുതിയ നോട്ടുകൾ. ഒരു 500 രൂപയുണ്ടായിരുന്നു അതിൽ. അതവന് വലിയൊരു തുകയായിരുന്നു. ആ പണം കയ്യിലെടുത്തപ്പോൾ അവന്റെ തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ചുറ്റും നോക്കി. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അബ്ബാസിക്കയെ അവൻ കണ്ടു. അവൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇക്ക. അവന്റെ ശബ്ദം വിറച്ചിരുന്നു. അബ്ബാസിക്ക അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്താ മോനെ? ഇത് ഇക്കയാണോ വെച്ചത്? അവൻ ആ പണം അദ്ദേഹത്തിന് നേരെ നീട്ടി. അബ്ബാസിക്ക അവന്റെ തോളിൽ തട്ടി. അത് ഞാൻ തന്നതല്ല മോനെ, പടച്ചോൻ തന്നതാ. മോന്റെ പെരുന്നാൾ ചെലവിന് വെച്ചോ. സന്തോഷായിട്ട് വീട്ടിൽ പോയി വാ. ഷാഹിദിന് വാക്കുകൾ കിട്ടിയില്ല. അവൻ ആ മനുഷ്യന്റെ കൈകളിൽ പിടിച്ച് കരഞ്ഞുപോയി. പോകട്ടെ മോനെ, ബസ് കിട്ടണ്ടേ?
എന്നു പറഞ്ഞ് അബ്ബാസിക്ക അവനെ സമാധാനിപ്പിച്ച് യാത്രയാക്കി. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. ഷാഹിദ് എന്ന മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടർ ഷാഹിദായി മാറി. പഠനത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവൻ മറികടന്നു. ആ റമദാൻ കാലത്തെ ഓർമ്മകൾ അവനൊരു വലിയ ഊർജ്ജമായിരുന്നു. ഓരോ തവണ തളരുമ്പോഴും ആ ഭക്ഷണപ്പൊതിയുടെയും അബ്ബാസ് ഇക്കയുടെ സ്നേഹത്തിന്റെയും ഓർമ്മ അവനെ മുന്നോട്ട് നയിച്ചു. പഠനം കഴിഞ്ഞ് അവൻ നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നിൽ പ്രശസ്തനായ ഒരു കാർഡിയാക് സർജനായി മാറി. പേരും പ്രശസ്തിയും പണവുമെല്ലാം അവനെ തേടിയെത്തി. പക്ഷേ ആ പഴയ ഗ്രാമവും പള്ളിയും അബ്ബാസിക്കയുടെ മുഖവും അവൻ മറന്നിരുന്നില്ല. പലതവണ അവൻ ആ പള്ളിയിൽ ചെന്ന് അദ്ദേഹത്തെ അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്താനായില്ല. അബ്ബാസ് ഇക്ക അസുഖം കാരണം പള്ളിയിൽ വരാതായിട്ട് വർഷങ്ങളായിരുന്നു എന്ന് ആരോ പറഞ്ഞു. ഈ സമയമത്രയും അബ്ബാസിക്കയുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. പ്രായവും അസുഖങ്ങളും അദ്ദേഹത്തെ തളർത്തി. തയ്യൽക്കട നഷ്ടത്തിലായി. കാഴ്ച മങ്ങാൻ തുടങ്ങിയതോടെ ആ പണിയും ചെയ്യാൻ വയ്യാതായി. ഇതിനിടയിലാണ് നെഞ്ചുവേദനയുമായി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാർ വിധിയെഴുതി. ഹൃദയത്തിന് ഗുരുതരമായ തകരാറ്, ഉടൻ സർജറി വേണം, ലക്ഷങ്ങൾ ചെലവ് വരും. ആ തുകയെക്കുറിച്ച് കേട്ടപ്പോൾ അബ്ബാസ് ഇക്കയും നബീസുവും തളർന്നുപോയി. മക്കളെ അറിയിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്റെ സമയം കഴിഞ്ഞെങ്കിൽ ഞാൻ പോകട്ടെ, എല്ലാം പടച്ചോൻ തീരുമാനിക്കട്ടെ എന്ന് സമാധാനിച്ച് അദ്ദേഹം വീട്ടിലിരിപ്പായി. ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടു. ഒരു ദിവസം ഡോക്ടർ ഷാഹിദും സുഹൃത്തുക്കളും ചേർന്ന് അദ്ദേഹത്തിന്റെ പഴയ ഗ്രാമത്തിനടുത്തുള്ള ഒരു പട്ടണത്തിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവരമറിഞ്ഞ് നൂറുകണക്കിനാളുകൾ അവിടേക്ക് ഒഴുകിയെത്തി. നാട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി തീരെ അവശനായ അബ്ബാസ് ഇക്കയും മകന്റെ സഹായത്തോടെ ആ ക്യാമ്പിലെത്തി. ക്യാമ്പിൽ വലിയ തിരക്കായിരുന്നു. ഡോക്ടർ ഷാഹിദ് ഓരോ രോഗിയെയും ക്ഷമയോടെ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകി. ഉച്ചയോടെയാണ് അബ്ബാസ് ഇക്കയുടെ ഊഴമെത്തിയത്. ക്ഷീണിച്ച് പ്രായം തളർത്തിയ ആ രൂപത്തെ ഡോക്ടർ ഷാഹിദ് ആദ്യം തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിച്ചു. പഴയ റിപ്പോർട്ടുകൾ നോക്കി. കാര്യങ്ങൾ ഗൗരവമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്താണ് ഉപ്പാക്ക് ജോലി? രോഗവിവരങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഡോക്ടർ ഷാഹിദ് ചോദിച്ചു, പണ്ടൊരു തയ്യൽക്കടയുണ്ടായിരുന്നു മോനെ, പിന്നെ പള്ളിയിലെ നോമ്പുതുറയ്ക്ക് സഹായിക്കാനൊക്കെ പോകുമായിരുന്നു. അബ്ബാസ് ഇക്ക പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ ഡോക്ടർ ഷാഹിദ് ഒരു നിമിഷം നിശബ്ദനായി. ഏത് പള്ളിയിലാ? അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അബ്ബാസ് ഇക്ക ആ ഗ്രാമത്തിലെ പള്ളിയുടെ പേര് പറഞ്ഞു. ഒരു മിന്നൽ പോലെ ആ പഴയ റമദാൻ കാലം ഡോക്ടർ ഷാഹിദിന്റെ മനസ്സിലൂടെ കടന്നുപോയി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെ സ്നേഹത്തോടെ നോക്കിയിരുന്ന ആ കണ്ണുകൾ, രഹസ്യമായി വെച്ചു നീട്ടിയ ഭക്ഷണപ്പൊതി, പെരുന്നാളിന് തന്ന പണം, ഈ മുഖം, അതെ, ഇത് തന്റെ അബ്ബാസ് ഇക്ക തന്നെ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. തൊണ്ടയിൽ നിന്നൊരു തേങ്ങലുയർന്നു. അദ്ദേഹം കസേരയിൽ നിന്നെഴുന്നേറ്റ് അബ്ബാസ് ഇക്കയുടെ വിറയ്ക്കുന്ന കൈകളിൽ പിടിച്ചു. ഇക്ക! ഡോക്ടർ ഷാഹിദിന്റെ ശബ്ദം ഇടറിയിരുന്നു. നിങ്ങളാണോ അന്ന്? എനിക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ അവനായില്ല. അബ്ബാസ് ഇക്ക ആ ചെറുപ്പക്കാരനായ ഡോക്ടറെ സംശയത്തോടെ നോക്കി. ഈ മുഖം എവിടെയോ കണ്ടതുപോലെ. മോനെ ഇക്ക, ഇത് ഞാനാ, ഷാഹിദ്. പണ്ട് പള്ളിയിൽ വന്നിരുന്ന മെഡിക്കൽ സ്റ്റുഡന്റ്. ആ നിമിഷം കാലം നിശ്ചലമായി. അബ്ബാസ് ഇക്കയുടെ ഓർമ്മകൾ വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചു. ആ മെലിഞ്ഞ പയ്യൻ, അവന്റെ നിസ്സഹായമായ മുഖം. അദ്ദേഹം ഡോക്ടർ ഷാഹിദിനെ തിരിച്ചറിഞ്ഞു. രണ്ടുപേരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി. അന്ന് നിങ്ങൾ തന്ന ആ പൊതിച്ചോറാണ് ഇക്ക എന്നെ ഈ ഡോക്ടറാക്കിയത്. ആ കടം വീട്ടാൻ എനിക്ക് ജന്മം മതിയാവില്ല ഡോക്ടർ. ഷാഹിദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് നടന്നത് ഒരു വൈകാരികമായ പുനഃസമാഗമമായിരുന്നു. ഡോക്ടർ ഷാഹിദ് ഉടൻ തന്നെ അബ്ബാസിക്കയെ തന്റെ ആശുപത്രിയിലേക്ക് മാറ്റി. സർജറിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം നേരിട്ട് ചെയ്തു. ഒരു പൈസ പോലും വേണ്ട ഇക്ക, ഇത് നിങ്ങളുടെ മോൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അബ്ബാസ് ഇക്കയെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹം പോലെ സർജറി വിജയകരമായി പൂർത്തിയായി. ദിവസങ്ങൾക്ക് ശേഷം ICUവിൽ നിന്ന് മയക്കം വിട്ടുണർന്ന അബ്ബാസ് ഇക്ക കാണുന്നത് തന്റെ കട്ടിലിനരികിൽ നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഡോക്ടർ ഷാഹിദിനെയാണ്. അദ്ദേഹം മെല്ലെ ഷാഹിദിന്റെ കയ്യിൽ പിടിച്ചു. മോനെ, നീ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിയത്? ഷാഹിദ് ആ കൈകൾ നെഞ്ചോട് ചേർത്തുവെച്ചു. ഇതൊരു ബുദ്ധിമുട്ടല്ല ഇക്ക, എന്റെ കടമയാണ്. അന്ന് നിങ്ങൾ തന്നത് വെറും ഭക്ഷണമല്ലായിരുന്നു, ജീവിതം തന്നെയായിരുന്നു. വിശക്കുന്നവന്റെ ദൈവം ഭക്ഷണത്തിന്റെ രൂപത്തിൽ വരുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അത് സങ്കടത്തിന്റെയല്ല,
സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ഒരിടത്ത് തുടങ്ങിയ നന്മയുടെ ഒരു ചക്രം മറ്റൊരിടത്ത് പൂർത്തിയായിരിക്കുന്നു. സ്നേഹവും കാരുണ്യവും ഒരിക്കലും പാഴായി പോവുകയില്ലെന്നും കാലം അതിന് തക്കതായ പ്രതിഫലം നൽകുമെന്നും ആ സംഭവം തെളിയിച്ചു. അബ്ബാസിക്കയുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായപ്പോൾ ഡോക്ടർ ഷാഹിദിന്റെ ഹൃദയത്തിൽ സംതൃപ്തിയുടെയും സ്നേഹത്തിന്റെയും പുതിയ സ്പന്ദനങ്ങൾ തുടങ്ങുകയായിരുന്നു.